+1 ഫിസിക്സിലെ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന ചാപ്റ്ററിൽ നിന്ന് എക്സാമിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. എന്താണ് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള വ്യത്യാസം നോക്കാം. നമുക്ക് ഡിസ്റ്റൻസ് എന്താണെന്ന് നോക്കാം. ഡിസ്റ്റൻസ് ഈസ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് ദ പാത്ത് ആൻ ഒബ്ജക്ട് ട്രാവൽസ്. ഒരു വസ്തു സഞ്ചരിച്ച ആകെ പാതയുടെ നീളം. ലെങ്ത് ഓഫ് ദ പാത്ത് കവേർഡ് ബൈ എ പാർട്ടിക്കിൾ ഇൻ എ ഗിവൺ ഇന്റർവൽ ഈസ് കോൾഡ് ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. ഡിസ്റ്റൻസിൽ നമ്മൾ ഒരു അദിശ അളവാണ്. അവിടെ നമ്മൾ അതിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ പറയുന്നുള്ളൂ. അതുകൊണ്ട് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. ഫോർ എ മൂവിംഗ് പാർട്ടിക്കിൾ ഡിസ്റ്റൻസ് ക്യാൻ നെവർ ബി സീറോ ഓർ നെഗറ്റീവ്. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ ഡിസ്റ്റൻസ് ഒരിക്കലും സീറോ ആവത്തില്ല, നെഗറ്റീവ് ആവത്തില്ല. വസ്തു സഞ്ചരിക്കുന്നുവെങ്കിൽ അതിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും. ഒരിക്കലും സീറോ ആവുന്നില്ല, അത് നെഗറ്റീവ് ആകാനും സാധ്യതയില്ല. ഫോർ എ മൂവിംഗ് പാർട്ടിക്കിൾ ഡിസ്റ്റൻസ് ക്യാൻ നെവർ ഡിക്രീസ് വിത്ത് ടൈം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്ന് പറയുന്നത് ഒരിക്കലും ടൈമിനനുസരിച്ച് ഡിക്രീസ് ചെയ്യത്തില്ല. സമയം കൂടുന്നതനുസരിച്ച് വസ്തു സഞ്ചരിക്കുകയാണെങ്കിൽ സമയം കൂടുന്നതിനനുസരിച്ച് അതിന്റെ ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യത്തേ ഉള്ളൂ, ഒരിക്കലും ഡിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യത്തില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്റ്റൻസിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ദ ടോട്ടൽ ലെങ്ത് ഓഫ് ദ പാത്ത് ആൻ ഒബ്ജക്ട് ട്രാവൽസ് ഇസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. ഒരിക്കലും അത് സീറോയോ നെഗറ്റീവോ ആകുന്നില്ല. അതുപോലെ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിന്റെ ഡിസ്റ്റൻസ് ഒരിക്കലും ടൈം അനുസരിച്ച് ഡിക്രീസ് ചെയ്യത്തില്ല. ഇനി എന്താണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് നോക്കാം. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ്. ഇനീഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞതാണ് ഇനീഷ്യൽ പോയിന്റിൽ നിന്ന് ഫൈനൽ പോയിന്റിലേക്ക് നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതായിരിക്കും അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം. ഡിസ്പ്ലേസ്മെന്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. എന്തുകൊണ്ടാണ്? ഡിസ്പ്ലേസ്മെന്റ് ഒരു പർട്ടിക്കുലർ ഡയറക്ഷൻ ഉണ്ട്. എപ്പോഴും എവിടുന്നായിരിക്കും? ഇനിഷ്യൽ പോയിന്റിൽ നിന്ന് ഫൈനൽ പോയിന്റിലേക്ക് ഒരു പർട്ടിക്കുലർ ഡയറക്ഷൻ ഉണ്ടാവും. അതുകൊണ്ട് ഡിസ്പ്ലേസ്മെന്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. ഇനി ഡിസ്പ്ലേസ്മെന്റ് ക്യാൻ ബി സീറോ, പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ഡിസ്പ്ലേസ്മെന്റ് സീറോ ആവും. എപ്പോഴാണ് ഡിസ്പ്ലേസ്മെന്റ് സീറോ ആവുന്നത്? വസ്തു ഇനിഷ്യൽ പോയിന്റിൽ തിരിച്ചെത്തിക്കഴിഞ്ഞാൽ അതിന്റെ ഡിസ്പ്ലേസ്മെന്റ്, എപ്പോഴും നമ്മൾ പറഞ്ഞു വസ്തു ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം അത് സ്റ്റാർട്ട് ചെയ്ത പോയിന്റും ഇപ്പോൾ ആയിരിക്കുന്ന പോയിന്റും തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ അവിടുന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ. ഇപ്പോൾ വസ്തു സ്റ്റാർട്ട് ചെയ്ത പോയിന്റിൽ ഇനിഷ്യൽ പോയിന്റിൽ തിരിച്ചെത്തിക്കഴിഞ്ഞാൽ അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് സീറോ ആയിരിക്കും. ഇനിഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും സെയിം ആവും. അതുകൊണ്ട് ഡിസ്പ്ലേസ്മെന്റ് സീറോ ആയിരിക്കും. ഇനി അല്ലാത്ത കേസുകളിൽ അത് പോസിറ്റീവ് ആവാം. ഇനി ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് അത് സഞ്ചരിക്കുന്നതെന്നുണ്ടെങ്കിൽ അപ്പോൾ എന്ത് സംഭവിക്കും? അത് ആ ഡിസ്പ്ലേസ്മെന്റ് നെഗറ്റീവ് ആകാൻ. അപ്പം ഡിസ്പ്ലേസ്മെന്റ് സീറോ ആവാം, പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. If the object moving towards its initial position, displacement decreases with time. അപ്പം വസ്തു അതിന്റെ ഇനീഷ്യൽ പൊസിഷനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് സീറോ ആയിരിക്കും. ഡിക്രീസ് വിത്ത് ടൈം. എന്താണ്? ഇനിഷ്യൽ പോയിന്റിൽ നിന്ന് അകന്നു പോവുകയാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഇൻക്രീസ് വിത്ത് ടൈം. ദെൻ ഇനിഷ്യൽ പോയിന്റിലേക്ക് വസ്തു തിരിച്ചെത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന്റെ ടൈമിനനുസരിച്ച് ഡിസ്പ്ലേസ്മെന്റ് ഡിക്രീസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ആണ് ഡിസ്പ്ലേസ്മെന്റിനെ കുറിച്ച്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ടോട്ടൽ ലെങ്ത് ആണ്. എന്നാൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ഇനി ഡിസ്റ്റൻസ് ഒരിക്കലും സീറോയോ നെഗറ്റീവോ ആകുന്നില്ല. എന്നാൽ ഡിസ്പ്ലേസ്മെന്റ് സീറോ ആവാം, പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. ഫോർ എ മൂവിംഗ് പാർട്ടിക്കിൾ ഡിസ്റ്റൻസ് ക്യാൻ നെവർ ഡിക്രീസ് വിത്ത് ടൈം. ഡിസ്റ്റൻസ് ടൈമിനനുസരിച്ച് കുറയുന്നില്ല. എന്നാൽ ഡിസ്പ്ലേസ്മെന്റ് വസ്തു ഇനിഷ്യൽ പോയിന്റിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഡിക്രീസ് ചെയ്യാം. അതായത് ഡിഫറൻസ് ബിറ്റ്വീൻ സ്പീഡ് ആൻഡ് വെലോസിറ്റി. നമ്മൾ സ്പീഡും വെലോസിറ്റിയും പഠിച്ചിരുന്നു. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാണ് പറയുന്നത്. സ്പീഡ് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസ് ട്രാവൽഡ്. ഡിസ്റ്റൻസ് ട്രാവൽഡിന്റെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഈസ് കോൾഡ് സ്പീഡ്. വെലോസിറ്റി ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ് വെലോസിറ്റി എന്ന് പറയുന്നത്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ ഡിസ്റ്റൻസിനുണ്ടാകുന്ന നിരക്ക് അതാണ് സ്പീഡ് എന്ന് പറയുന്നത്. ഡിസ്പ്ലേസ്മെന്റിന്റെ ടൈം റേറ്റ് എന്ന് പറയുന്നത് വെലോസിറ്റി ആയിരിക്കും. ഇനി സ്പീഡ് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. നമുക്കറിയാം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. അതുകൊണ്ട് ഡിസ്റ്റൻസ് ബൈ ടൈം സ്പീഡ് എന്ന് പറയുന്നത് സ്കെയിലാർ ക്വാണ്ടിറ്റി ആയിരിക്കും. ഡിസ്പ്ലേസ്മെന്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. therefore displacement by time velocity is a vector quantity. Speed is either positive or zero. Speed positive ആവാം, സീറോ ആവാം. എന്നാൽ
സ്പീഡ് നെവർ ബിക്കംസ് നെഗറ്റീവ്, ഒരിക്കലും അത് നെഗറ്റീവ് ആവത്തില്ല. സ്പീഡ് സീറോ ആവാം. സ്പീഡ് സീറോ എന്ന് പറഞ്ഞാൽ എന്താണ്? വസ്തു സഞ്ചരിക്കുന്നില്ലെങ്കിൽ സ്പീഡ് എന്തായിരിക്കും? സീറോ ആയിരിക്കും. അല്ലാത്ത കേസിലെല്ലാം എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഒരിക്കലും സ്പീഡ് നെഗറ്റീവ് ആവത്തില്ല. വെലോസിറ്റി ബിക്കംസ് പോസിറ്റീവ്, നെഗറ്റീവ് ഓർ സീറോ. നമ്മൾ പറഞ്ഞു ഡിസ്പ്ലേസ്മെന്റ് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, സീറോ ആവാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ വെലോസിറ്റിയും പോസിറ്റീവ്, നെഗറ്റീവ്, സീറോ ആകാം. Under what conditions will the distance and displacement of a moving body become same in magnitude? എപ്പോഴാണ് ഒരു വസ്തുവിന്റെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റിന്റെയും മാഗ്നിറ്റ്യൂഡുകൾ സെയിം ആകുന്നത്? ഡിസ്റ്റൻസിന്റെയും ഡിസ്പ്ലേസ്മെന്റിന്റെയും മാഗ്നിറ്റ്യൂഡുകൾ എപ്പോഴാണ് സെയിം ആകുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. When the body travels along a straight line without changing its direction. അപ്പോൾ ഒരു വസ്തു സ്ട്രെയിറ്റ് ലൈനിലൂടെ മൂവ് ചെയ്യുന്നു, അതിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ സ്പീഡ് ആൻഡ് വെലോസിറ്റി ഹാവ് സെയിം മാഗ്നിറ്റ്യൂഡ്. സ്പീഡും വെലോസിറ്റിയും മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും. അപ്പോൾ സ്ട്രെയിറ്റ് ലൈനിലൂടെ മൂവ് ചെയ്യണം, അതിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ള കേസുകളിൽ ഒരു വസ്തുവിന്റെ സ്പീഡും വെലോസിറ്റിയും എങ്ങനെയായിരിക്കും? അവയുടെ മാഗ്നിറ്റ്യൂഡുകൾ സെയിം ആയിരിക്കും. Can a body be simultaneously at rest and in motion? ഒരു വസ്തുവിന് ഒരേ സമയത്ത് റെസ്റ്റിലും മോഷനിലും ആകാൻ സാധിക്കുമോ? ഒരു വസ്തു ഒരേ സമയത്ത് റെസ്റ്റിലും മോഷനിലും ആകുമോ എന്നാണ് ക്വസ്റ്റ്യൻ്റെ അത് ചോദിച്ചിരിക്കുന്നത്. യെസ്. എന്താണ് എക്സാമ്പിൾ നമുക്ക് നോക്കാം. പാസഞ്ചർ സിറ്റിംഗ് ഇൻ എ മൂവിംഗ് ബസ് ഈസ് അറ്റ് റെസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു ദ ബസ്. ഒരു ബസ്സിൽ ഇരുന്ന് യാത്ര ചെയ്യുന്ന ഒരാൾ ബസ്സിനെ അപേക്ഷിച്ച് എങ്ങനെയായിരിക്കും? റെസ്റ്റിലാണ്. അയാൾ ആ സീറ്റിൽ ഇരിക്കുകയാണ്, അതുകൊണ്ട് അയാൾ എങ്ങനെയാണ്? റെസ്റ്റിലാണ്. എന്ത്? ബസ്സിനെ അപേക്ഷിച്ച് അയാൾ എങ്ങനെയാണ്? റെസ്റ്റിലാണ്. ബട്ട് ഹി ഈസ് ഇൻ മോഷൻ വിത്ത് റെസ്പെക്ട് ടു ദ റോഡ്. റോഡിനെ അപേക്ഷിച്ച് എന്തുകൊണ്ടാണ്? അയാളുടെ സ്ഥാനം മാറിക്കൊണ്ടിരിക്കുകയാണ്. ബസ്സിന്റെ അകത്ത് അയാളുടെ സ്ഥാനം കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് ബസ്സിനെ അപേക്ഷിച്ച് അയാൾ റെസ്റ്റിലാണ്. എന്നാൽ റോഡിനെ അപേക്ഷിച്ച് അല്ലെങ്കിൽ റോഡിൽ നിന്ന് നോക്കുന്ന മറ്റൊരാളെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾ എങ്ങനെയായിരിക്കും? മോഷനിലാണ്. എന്തുകൊണ്ടാണ്? ടൈമിനനുസരിച്ച് അയാളുടെ പൊസിഷൻ ചേഞ്ച് ചെയ്തു പോയി. അതുകൊണ്ട് എന്തായിരിക്കും? അപ്പോൾ ഒരു വസ്തു ഒരേ സമയത്ത് തന്നെ ഒരാൾക്ക് റെസ്റ്റിലും അല്ലെങ്കിൽ ഒരു വസ്തുവിന് റെസ്റ്റിലും മോഷനിലും ആവാം. എന്തുകൊണ്ടാണ്? എവിടെ നിന്നാണ് നമ്മൾ നോക്കുന്നത്? ഫ്രെയിം ഓഫ് റെഫറൻസിനെ അനുസരിച്ച് വസ്തുവിന് ചേഞ്ചിന് സംഭവിക്കാം. അപ്പോൾ ബസ്സിനെ അപേക്ഷിച്ച് ബസ്സിൽ ഇരുന്ന് യാത്ര ചെയ്യുന്നയാൾ റെസ്റ്റിലാണ്. എന്നാൽ റോഡിനെ അപേക്ഷിച്ചോ അല്ലെങ്കിൽ റോഡിൽ നിന്ന് നോക്കുന്ന മറ്റൊരാളെ അപേക്ഷിച്ചോ അയാൾ എങ്ങനെയായിരിക്കും? മോഷനിലായിരിക്കും. വാട്ട് ഡസ് സ്പീഡോമീറ്റർ ഓഫ് എ കാർ മെഷർ? ഒരു കാറിന്റെ സ്പീഡോമീറ്റർ എന്താണ് മെഷർ ചെയ്യുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്പീഡോമീറ്റർ ഓഫ് എ കാർ മെഷേഴ്സ് ദ ഇൻസ്റ്റന്റേനിയസ് സ്പീഡ്. നമ്മൾ ആ സ്പീഡോമീറ്ററിലേക്ക് നോക്കുന്ന സമയത്തുള്ള കാറിന്റെ സ്പീഡാണ് സ്പീഡോമീറ്ററിൽ കാണിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ അതിലേക്ക് നോക്കിയിരുന്നു കഴിഞ്ഞാൽ അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ അതിലേക്ക് നോക്കുന്ന ആ മൊമെന്റിലുള്ള അതിന്റെ സ്പീഡ്, അതാണ് ഇൻസ്റ്റന്റേനിയസ്. നമ്മൾ ആ നോക്കുന്ന ഇൻസ്റ്റന്റ്, ആ സമയത്തുള്ള കാറിന്റെ സ്പീഡാണ് സ്പീഡോമീറ്റർ കാണിക്കുന്നത്. Can a body have constant speed have a varying velocity? കോൺസ്റ്റന്റ് സ്പീഡിൽ മൂവ് ചെയ്യുന്നു, അതിന്റെ വെലോസിറ്റി മൂവ് ചെയ്യുമോ അല്ലെങ്കിൽ വെലോസിറ്റി വേരി ചെയ്യുമോ? വെലോസിറ്റിക്ക് ചെയ്തു. സ്പീഡ് കോൺസ്റ്റന്റ് ആണ്, അപ്പോൾ അതിന്റെ വെലോസിറ്റി ചേഞ്ച് ചെയ്യുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചേഞ്ച് ചെയ്യും. കാരണം if a body is constant and its direction vary, ഇപ്പോൾ സ്പീഡ് കോൺസ്റ്റന്റ് ആണ്, എന്നാൽ അതിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇൻ ദിസ് കേസ് സ്പീഡ് ഈസ് കോൺസ്റ്റന്റ് ആൻഡ് വെലോസിറ്റി ഈസ് നോട്ട്. നമ്മൾ പറഞ്ഞു വെലോസിറ്റി എന്ന് പറയുന്നത് വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അത് കോൺസ്റ്റന്റ് ആകണമെങ്കിൽ അതിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കോൺസ്റ്റന്റ് ആകണം. അപ്പൊ ഇവിടെ സ്പീഡ് കോൺസ്റ്റന്റ് ആണ്, അപ്പം വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. എന്നാൽ അതിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വസ്തു എങ്ങനെയായിരിക്കും? സ്പീഡ് കോൺസ്റ്റന്റിലും വെലോസിറ്റി നോൺ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ വേരിയിങ്ങും ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം എൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ എ ബോഡി മൂവിങ് ഇൻ എ സർക്കുലർ മോഷൻ വിത്ത് യൂണിഫോം സ്പീഡ്. യൂണിഫോം സ്പീഡിൽ ഒരു സർക്കുലർ മോഷനിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വസ്തു. നമ്മളൊരു ചരടിന്റെ അറ്റത്ത് ഒരു കല്ല് കെട്ടിയിട്ട് വട്ടത്തിൽ നമ്മൾ കറക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ കല്ലിന്റെ മൂവ്മെന്റ് കോൺസ്റ്റന്റ് സ്പീഡിലാണ് നമ്മൾ മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ സ്പീഡ് കോൺസ്റ്റന്റ് ആയിരിക്കും. എന്നാൽ വെലോസിറ്റി കോൺസ്റ്റന്റ് അല്ല. കാരണം എന്താണ്? ഓരോ സമയത്തും കല്ലിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ സമയത്തും കല്ലിന്റെ ഡയറക്ഷൻ മാറുന്നുണ്ട്. അതുകൊണ്ട് എന്താണ്? അതിന്റെ വെലോസിറ്റി കോൺസ്റ്റന്റ് അല്ല, വേരിയിങ് വെലോസിറ്റി ആയിരിക്കും. അല്ലെങ്കിൽ ഒരു ഫാൻ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്, അതിന്റെ ലീഫ്. അപ്പം കോൺസ്റ്റന്റ് സ്പീഡിലാണ് നമ്മൾ ഫാൻ മൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സ്പീഡിൽ നമ്മൾ ഫാൻ ഇട്ട് കഴിഞ്ഞാൽ അത് കോൺസ്റ്റന്റ് സ്പീഡിലാണ് മൂവ് ചെയ്യുന്നത്. പക്ഷേ അതിന്റെ ലീഫുകൾ ഓരോ സമയത്തും അതിന്റെ ലീഫിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് അതെന്തായിരിക്കും? വേരിയിങ് വെലോസിറ്റി ആയിരിക്കും. അപ്പോൾ സ്പീഡ് കോൺസ്റ്റന്റ് ആണെന്ന്
അതുപോലെ വേരിയിങ് ആയിട്ട് വെലോസിറ്റി വരുന്നതിന് ഒരു എക്സാമ്പിളാണ് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. സർക്കുലർ മോഷനിലുള്ള എല്ലാ വസ്തുക്കളുടെയും സ്പീഡ് കോൺസ്റ്റന്റ് ആവാം, എന്നാൽ അതിൻ്റെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആവില്ല. Can a body have a constant velocity but a varying speed? കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നു, എന്നാൽ അതിൻ്റെ സ്പീഡ് വേരി ചെയ്യുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു വസ്തുവിൻ്റെ കോൺസ്റ്റന്റ് സ്പീഡിലാണ് വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത്, എന്നാൽ അതിൻ്റെ സ്പീഡ് വേരി ചെയ്യുമോ? ഇല്ല. ഒരു വസ്തു കോൺസ്റ്റന്റ് വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്പീഡ് ഒരിക്കലും വേരി ചെയ്യത്തില്ല. കാരണം വെലോസിറ്റി എന്ന് പറയുന്നതിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞു മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ട്. ആ വെലോസിറ്റിയിലെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നതാണ് അതിൻ്റെ അതേ സ്പീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരിക്കലും അതിൻ്റെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിൽ സ്പീഡും എങ്ങനെയായിരിക്കും? കോൺസ്റ്റന്റ് തന്നെയായിരിക്കും. ഒരിക്കലും കോൺസ്റ്റന്റ് വെലോസിറ്റിയിലുള്ള ഒരു വസ്തുവിൻ്റെ സ്പീഡ് ചേഞ്ച് ചെയ്യത്തില്ല. അല്ലെങ്കിൽ കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന വസ്തുവിൻ്റെ സ്പീഡ് കോൺസ്റ്റന്റ് ആയിരിക്കും. Can the speed of a body be negative? ഒരു വസ്തുവിൻ്റെ സ്പീഡ് നെഗറ്റീവ് ആവുമോ? നമ്മൾ സ്പീഡും വെലോസിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞപ്പോൾ തന്നെ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ പറഞ്ഞതാണ്. ഒരിക്കലും സ്പീഡ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആവത്തില്ല. സ്പീഡ് ഓഫ് എ ബോഡി ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇസ് ഡിസ്റ്റൻസ് ട്രാവൽഡ്. ഡിസ്റ്റൻസ് ട്രാവലിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ് സ്പീഡ് എന്ന് പറയുന്നത്. ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ പാർട്ടിക്കിൾ നെവർ ബിക്കംസ് നെഗറ്റീവ്. ഒരു വസ്തുവിൻ്റെ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഒരിക്കലും നെഗറ്റീവ് ആവത്തില്ല. സോ സ്പീഡ് കാനോട്ട് ബിക്കംസ് നെഗറ്റീവ്. അതുകൊണ്ട് തന്നെ സ്പീഡ് ഒരിക്കലും നെഗറ്റീവ് ആവത്തില്ല. ഡിസ്റ്റൻസ് ട്രാവൽഡ് നമ്മൾ പറഞ്ഞു ട്രാവൽ ചെയ്യുന്ന എല്ലാ വസ്തുക്കളുടെയും ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതിൻ്റെ ടൈം റേറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും നെഗറ്റീവ് ആകത്തില്ല. Can the direction of acceleration and velocity be opposite to each other in the case of a moving body? ഒരു മൂവിംഗ് ബോഡിയുടെ കേസിൽ അതിൻ്റെ ഡയറക്ഷൻ ഓഫ് ആക്സിലറേഷനും വെലോസിറ്റിയും ഓപ്പോസിറ്റ് ആവുന്ന കേസ് ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. യെസ്. When a body is projected vertically upwards, its direction of velocity is in upward direction and acceleration is directed in downwards. നമ്മൾ പറഞ്ഞു വെർട്ടിക്കൽ മോഷൻ അണ്ടർ ഗ്രാവിറ്റി പറഞ്ഞതാണ്. ഒരു വസ്തുവിനെ നമ്മൾ വെർട്ടിക്കലി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നു, നേരെ മുകളിലേക്ക് എറിയുന്നു. അപ്പോൾ അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് മുകളിലേക്കായിരിക്കും. വസ്തു ട്രാവൽ ചെയ്യുന്ന അതേ ഡയറക്ഷനിലായിരിക്കും വെലോസിറ്റി എന്ന് പറയുന്നത്. എന്നാൽ അതിൻ്റെ ആക്സിലറേഷൻ എപ്പോഴും എങ്ങോട്ടായിരിക്കും? വെർട്ടിക്കലി ഡൗൺവേർഡ്സ് ടുവേർഡ്സ് ദ സെന്റർ ഓഫ് ദി എർത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ വെർട്ടിക്കൽ മോഷനിൽ വസ്തു മുകളിലേക്ക് എറിയുന്ന സമയത്ത് അതിൻ്റെ വെലോസിറ്റി എങ്ങോട്ടാണ്? വെർട്ടിക്കലി അപ്വേർഡ്സ് ആണ്. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ഡയറക്ഷൻ ഓഫ് ആക്സിലറേഷൻ എന്ന് പറയുന്നത് എപ്പോഴും വെർട്ടിക്കലി ഡൗൺവേർഡ്സ് ആയിരിക്കും. അപ്പോൾ വെർട്ടിക്കൽ അപ്വേർഡ് മോഷനിൽ മൂവ് ചെയ്യുന്ന ഒരു വസ്തുവിൻ്റെ വെലോസിറ്റി മുകളിലേക്കും അതിന് എക്സാക്ട്ലി ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കായിരിക്കും ആക്സിലറേഷൻ. അപ്പം ഇങ്ങനെ ആക്സിലറേഷനും വെലോസിറ്റിയും ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഒരു കേസിൻ്റെ എക്സാമ്പിളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വരാൻ സാധ്യതയുള്ള ഒരു കേസാണ് വെർട്ടിക്കൽ മോഷൻ, വെർട്ടിക്കലി അപ്വേർഡ് മോഷൻ. What is the value of velocity and acceleration of a body at the highest point when a body is projected vertically upwards? ഒരു വെർട്ടിക്കലി അപ്വേർഡ് മോഷനിലെ ഹയസ്റ്റ് പോയിന്റിലെത്തുമ്പോൾ അല്ലെങ്കിൽ മാക്സിമം ഹൈറ്റിലെത്തുമ്പോൾ അതിൻ്റെ ആക്സിലറേഷൻ്റെയും വെലോസിറ്റിയുടെയും വാല്യൂസ് എന്തൊക്കെയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അറ്റ് ദ ടോപ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് വെലോസിറ്റി 0. മുകളിലെത്തി കഴിയുമ്പോൾ അതിൻ്റെ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആയിട്ട് മാറും. ആ സമയത്ത് അതിൻ്റെ ആക്സിലറേഷൻ എന്തായിരിക്കും? +g. താഴേക്കാണ് നമ്മൾ പറഞ്ഞത് ആക്സിലറേഷൻ എന്ന് പറയുന്നത് 9.8 m/s² ആണ്. അപ്പോൾ വെർട്ടിക്കൽ മോഷനിൽ ടോപ്പിലെത്തുമ്പോൾ വെലോസിറ്റി 0യും ആക്സിലറേഷൻ എന്ന് പറയുന്നത് +g ആണ്. അതിൻ്റെ വാല്യൂ 9.8 m/s² ആയിരിക്കും. A moving body have both velocity and acceleration. Among which of these quantities determines the direction of motion of that object? ഒരു വസ്തുവിന് വെലോസിറ്റിയും ഉണ്ട് ആക്സിലറേഷനും ഉണ്ട്. ഇതിൽ ഏത് ക്വാണ്ടിറ്റിയാണ് അതിൻ്റെ ഡയറക്ഷൻ ഓഫ് മോഷനെ സൂചിപ്പിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വെലോസിറ്റി ഓഫ് ദ ഒബ്ജക്ട് ഡിറ്റർമൈൻസ് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദ ഒബ്ജക്ട്. വസ്തു സഞ്ചരിക്കുന്ന ഡയറക്ഷനെ സൂചിപ്പിക്കുന്നത് അതിൻ്റെ വെലോസിറ്റിയാണ്. നമുക്കറിയാം വസ്തുവിനുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റിന്റെ ചേഞ്ച് ആണ് വെലോസിറ്റി. അപ്പം ഡിസ്പ്ലേസ്മെന്റ് എങ്ങോട്ടാണോ, വസ്തു എങ്ങോട്ടാണോ ഡിസ്പ്ലേസ് ചെയ്തത് ആ ഡയറക്ഷൻ ആയിരിക്കും എന്താണ് അതിൻ്റെ വെലോസിറ്റി ആണ് സൂചിപ്പിക്കുന്നത്. അപ്പം ഡിസ്പ്ലേസ്മെന്റിനുണ്ടാകുന്ന ചേഞ്ച് ആണ് വെലോസിറ്റി. അതുകൊണ്ട് വസ്തുവിൻ്റെ വെലോസിറ്റി ആയിരിക്കും വസ്തു മൂവ് ചെയ്ത ഡയറക്ഷനെ സൂചിപ്പിക്കുന്നത്. Displacement of a particle is 0, then its distance covered must be 0. State true or false. ഒരു വസ്തുവിൻ്റെ
ഡിസ്പ്ലേസ്മെന്റ് ഈസ് സീറോ ദെൻ ഡിസ്റ്റൻസ് കവേർഡ് മസ്റ്റ് ബി സീറോ. വസ്തുവിനുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് സീറോ ആണെങ്കിൽ വസ്തു സഞ്ചരിച്ച ദൂരം സീറോ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ ഫാൾസ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫാൾസ് ആണ്. ഇറ്റ് മേ ഓർ മേ നോട്ട് ബി സീറോ. ഒരു വസ്തുവിന്റെ ഡിസ്പ്ലേസ്മെന്റ് സീറോ ആണെന്ന് കരുതി ഡിസ്റ്റൻസ് സീറോ ആവാനും ആവാതിരിക്കാനും സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് വസ്തു ഇഫ് ദ പാർട്ടിക്കിൾ റിട്ടേൺസ് ടു ഇറ്റ്സ് ഇനീഷ്യൽ പൊസിഷൻ ഇസ് ഡിസ്പ്ലേസ്മെന്റ് ബിക്കം സീറോ. വസ്തു സഞ്ചരിക്കാൻ തുടങ്ങിയ പോയിന്റിലേക്ക് വസ്തു തിരിച്ചെത്തി, കുറെ ദൂരം സഞ്ചരിച്ചിട്ട് ആ പോയിന്റിൽ തന്നെ തിരിച്ചെത്തി. ഇപ്പോൾ ഒരു സർക്കുലർ മോഷനാണ്, സ്റ്റാർട്ട് ചെയ്ത പോയിന്റിൽ തന്നെ അത് തിരിച്ചെത്തിയെങ്കിൽ അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് സീറോ ആണ്. പക്ഷേ അത് ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്ന് പറയുന്നത് ഒരിക്കലും സീറോ അല്ല. ഇപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് ട്രാവൽ ചെയ്തു, 10 കിലോമീറ്റർ ആണ് സ്കൂളിൽ നിന്ന് വീട്ടിൽ നിന്ന് സ്കൂളിലേക്കുള്ള ദൂരം. സ്കൂളിൽ ചെന്നിട്ട് തിരിച്ച് നമ്മൾ വീട്ടിലെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് സീറോ ആയി. കാരണം ഇനിഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും സീറോ ആയി. എന്നാൽ നമ്മൾ സഞ്ചരിച്ച ദൂരം അങ്ങോട്ടുള്ള 10ഉം തിരിച്ചുള്ള 10ഉം അപ്പം 20 കിലോമീറ്റർ ആണ്. അപ്പം ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്ന് പറയുന്നത് ഒരിക്കലും സീറോ ആകത്തില്ല. ഇനി സീറോ ആകാൻ ഒരു കേസേ ഉള്ളൂ, വസ്തു റെസ്റ്റിലാണെങ്കിൽ അതിന്റെ ഡിസ്പ്ലേസ്മെന്റും ഡിസ്റ്റൻസും എങ്ങനെയായിരിക്കും? സീറോ ആണ്. ട്രാവൽ ചെയ്തിട്ടില്ലെങ്കിൽ അതിന്റെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും സീറോ ആയിരിക്കും. എന്നാൽ ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വസ്തു അതിന്റെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും ഒരിക്കലും ഈക്വൽ ആകണമെന്ന് അല്ലെങ്കിൽ സീറോ ആകണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ വസ്തു ഇനിഷ്യൽ പൊസിഷനിൽ തിരിച്ചെത്തിക്കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് സീറോ ആകും, പക്ഷേ ഡിസ്റ്റൻസ് ഒരിക്കലും സീറോ ആകത്തില്ല. Give an example of motion with average velocity and average speed becomes equal. Average velocityയും average സ്പീഡും ഈക്വൽ ആകുന്ന ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ പറയാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. If a body traveling along a straight line without changing its direction, ഒരു വസ്തു യൂണിഫോം മോഷനിൽ സ്ട്രെയിറ്റ് ലൈനിലൂടെ മൂവ് ചെയ്യുകയാണ്. അങ്ങനെയെങ്കിൽ അതിന്റെ ആവറേജ് വെലോസിറ്റിയും ആവറേജ് സ്പീഡും എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ അതിന്റെ ഡയറക്ഷന് ചേഞ്ച് വരുന്നില്ല, അതിന്റെ മാഗ്നിറ്റ്യൂഡിന് ചേഞ്ച് വരുന്നില്ലെങ്കിൽ ആവറേജ് വെലോസിറ്റിയും ആവറേജ് സ്പീഡും ഈക്വൽ ആയിരിക്കും. അപ്പം ട്രാവലിംഗ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ വിതൗട്ട് ചേഞ്ചിങ് ഇസ് ഡയറക്ഷൻ. അപ്പം സ്ട്രെയിറ്റ് ലൈനിലൂടെ മൂവ് ചെയ്യുന്നു, അത് യൂണിഫോം മോഷനിലാണ്. അതുപോലെ തന്നെ അതിന്റെ ഡയറക്ഷനും ചേഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ അങ്ങനെയുള്ള കേസിൽ ആവറേജ് വെലോസിറ്റിയും ആവറേജ് സ്പീഡും ഈക്വൽ ആയിരിക്കും. Give an example of a particle in one-dimensional motion with zero speed and non-zero acceleration. അപ്പം ഒരു വസ്തു 1-dimensional മോഷനിൽ മൂവ് ചെയ്യുന്നു, സീറോ സ്പീഡ് ആൻഡ് നോൺ സീറോ ആക്സിലറേഷൻ. അതിന്റെ സ്പീഡ് സീറോ ആണ്, എന്നാൽ ആക്സിലറേഷൻ നോൺ സീറോ ആണ്. A body projected upwards at the highest point, velocity and speed of the particle become zero, but value of acceleration is non-zero. നമ്മൾ പറഞ്ഞു വെർട്ടിക്കൽ മോഷനിൽ മുകളിലേക്ക് പോകുന്ന ഒരു വസ്തു ഹയസ്റ്റ് പോയിന്റ് അല്ലെങ്കിൽ മാക്സിമം ഹൈറ്റിൽ എത്തിക്കഴിയുമ്പോൾ അതിന്റെ വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് സീറോ ആവും നമ്മൾ പഠിച്ചിട്ടുണ്ട്. വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് എന്താവും? ഹയസ്റ്റ് പോയിന്റിൽ സീറോ ആണ്. എന്നാൽ അപ്പോഴും അതിന്റെ ആക്സിലറേഷൻ ഒരു വാല്യൂ ഉണ്ട്. ആക്സിലറേഷന്റെ വാല്യൂ നമ്മൾ പറഞ്ഞു 9.8 m/s² ആണ്. അപ്പം വെലോസിറ്റി സീറോ ആകാം, ആക്സിലറേഷൻ നോൺ സീറോ ആകുന്നതിന്റെ ഒരു എക്സാമ്പിൾ ആണ് body projected upwards at the highest point, velocity and speed of the particle become zero, but value of acceleration non-zero. Filling the blanks. The slope of position time graph gives position time graph ന്റെ സ്ലോപ്പ് വെലോസിറ്റിയെ സൂചിപ്പിക്കുന്നു. അപ്പം സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് ഗീവ്സ് വെലോസിറ്റി. Area under velocity time graph gives displacement. Slope of velocity time graph gives acceleration. അപ്പോൾ ഇത് എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എന്തിനെ സൂചിപ്പിക്കുന്നു? വെലോസിറ്റിയെ സൂചിപ്പിക്കുന്നു. ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ് ഡിസ്പ്ലേസ്മെന്റ്. സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ് ആക്സിലറേഷൻ. When did average velocity of a body equals to its instantaneous velocity? എപ്പോഴാണ് ഒരു വസ്തുവിന്റെ ആവറേജ് വെലോസിറ്റിയും ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയും ഈക്വൽ ആകുന്നത്? ആവറേജ് വെലോസിറ്റിയും ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയും എപ്പോഴാണ് ഈക്വൽ ആകുന്നത്? When a body moves with constant velocity, അല്ലെങ്കിൽ യൂണിഫോം വെലോസിറ്റിയിലാണ് വസ്തു മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, കോൺസ്റ്റന്റ് വെലോസിറ്റിയോ അല്ലെങ്കിൽ യൂണിഫോം വെലോസിറ്റി രണ്ട് സെയിം ആണ്. ഒരു വസ്തു കോൺസ്റ്റന്റ് വെലോസിറ്റി അല്ലെങ്കിൽ യൂണിഫോം വെലോസിറ്റിയിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് ആവറേജ് വെലോസിറ്റി ഓവർ എനി ടൈം ഇന്റർവൽ ഇസ് ഈക്വൽ ടു ഇസ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. അപ്പം വസ്തു യൂണിഫോം മോഷനിലാണെങ്കിൽ അല്ലെങ്കിൽ യൂണിഫോം വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ
അതിൻ്റെ ആവറേജ് വെലോസിറ്റി, ഏത് ടൈം ഇൻ്റർവെല്ലിലെ ആവറേജ് വെലോസിറ്റി എടുത്താലും ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എടുത്താലും സെയിം ആയിരിക്കും. അപ്പോൾ ഏത് ടൈം ഇൻ്റർവെല്ലിലെ ആവറേജ് വെലോസിറ്റിയും അതിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയും എപ്പോഴും ഈക്വൽ ആയിരിക്കും. വസ്തു യൂണിഫോം മോഷനിലാണെങ്കിൽ അല്ലെങ്കിൽ യൂണിഫോം വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആവറേജ് വെലോസിറ്റിയും ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയും ഈക്വൽ ആയിരിക്കും. Give an example of an accelerating body without speed up or slows down. ഒരു ആക്സിലറേറ്റിംഗ് ബോഡിയുടെ എക്സാമ്പിൾ പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. സ്പീഡ് കൂടുകയോ കുറയുകയോ ചെയ്യാതെ ആക്സിലറേറ്റ് ചെയ്യുന്ന ഒരു വസ്തുവിന് എക്സാമ്പിൾ. സ്പീഡ് നമുക്കറിയാം, ആക്സിലറേറ്റ് ചെയ്യുന്ന സമയത്ത് വസ്തുവിൻ്റെ സ്പീഡ് കൂടുകയോ അല്ലെങ്കിൽ സ്പീഡ് കുറയുകയോ ചെയ്യും. നമ്മൾ സ്പീഡ് കൂടുകയാണെങ്കിൽ നമ്മൾ ആക്സിലറേഷൻ എന്ന് പറഞ്ഞു, സ്പീഡ് കുറയുകയാണെങ്കിൽ നമ്മൾ അതിനെ റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആക്സിലറേറ്റ് ചെയ്യുന്നുണ്ട്, എന്നാൽ അതിൻ്റെ സ്പീഡ് കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല, സ്പീഡ് കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയുള്ള ഒരു വസ്തുവിൻ്റെ മോഷൻ്റെ എക്സാമ്പിളാണ് പറഞ്ഞിരിക്കുന്നത്. When an object executing circular motion is accelerating, സർക്കുലർ മോഷനിലാണ് വസ്തു മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്പീഡ് കോൺസ്റ്റന്റ് സ്പീഡിലാണ് മൂവ് ചെയ്യുന്നതെന്ന് വിചാരിച്ചു. നമ്മളിപ്പം തൊട്ട് മുമ്പ് പറഞ്ഞാൽ ഫാനിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു. അപ്പോൾ അത് എന്താണ്, കോൺസ്റ്റന്റ് സ്പീഡിലാണ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്പീഡ് കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല, സ്പീഡ് കോൺസ്റ്റന്റ് ആയിട്ടാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ആക്സിലറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്? എന്തുകൊണ്ടാണ്? വെലോസിറ്റിക്ക് ചേഞ്ച് സംഭവിക്കുന്നുണ്ട്. വെലോസിറ്റിക്ക് ചേഞ്ച് സംഭവിക്കുന്നത് നമ്മൾ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡയറക്ഷൻ എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് വസ്തുവിന് ആക്സിലറേഷൻ ഉണ്ട്. അപ്പം ആക്സിലറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, എന്നാൽ അതിൻ്റെ സ്പീഡ് കോൺസ്റ്റന്റ് ആണ്. എപ്പോഴാണ് ബോഡി ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ബോഡി ആൻ ഒബ്ജക്റ്റ് എക്സിക്യൂട്ടിങ് സർക്കുലർ മോഷൻ, സർക്കുലർ മോഷനിൽ മൂവ് ചെയ്യുന്ന ഒരു വസ്തു കോൺസ്റ്റന്റ് സ്പീഡിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ അത് ആക്സിലറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, എന്നാൽ അതിൻ്റെ സ്പീഡ് കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. കോൺസ്റ്റന്റ് സ്പീഡ് ആണെങ്കിൽ സ്പീഡിന് വ്യത്യാസമൊന്നും വരുന്നില്ല, എന്നാൽ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അതിന് ആക്സിലറേഷൻ സംഭവിക്കുന്നു. Give an example of an accelerating body without speed. Is the direction of velocity and acceleration of a body same? ഒരു വസ്തുവിൻ്റെ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ സെയിം ആവുന്നു. ഡയറക്ഷൻ ഓഫ് വെലോസിറ്റിയുടെ ഡയറക്ഷനും അതുപോലെ തന്നെ ആക്സിലറേഷൻ ഓഫ് എ ബോഡി ഈസ് സെയിം ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നോട്ട് നെസസറി. ഇഫ് ദ ആക്സിലറേഷൻ ടേക്ക് പ്ലേസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി ദെൻ ദ വെലോസിറ്റി ഇൻക്രീസസ്. അപ്പം ആക്സിലറേഷൻ്റെയും വെലോസിറ്റിയുടെയും ഡയറക്ഷൻ സെയിം ആയിരിക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ആവണമെന്ന് നിർബന്ധമില്ല. നമ്മൾ പറഞ്ഞിരിക്കുന്ന ഇതാണ്, ആക്സിലറേഷൻ ടേക്സ് പ്ലേസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി ദെൻ ദ വെലോസിറ്റി ഇൻക്രീസസ്. വെലോസിറ്റിയുടെ അതേ ഡയറക്ഷനിലേക്കാണ് ആക്സിലറേഷൻ സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? വെലോസിറ്റി ഇൻക്രീസ് ചെയ്യും. ഇഫ് ദ ആക്സിലറേഷൻ ടേക്സ് പ്ലേസ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി ദെൻ ദ വെലോസിറ്റി ഡിക്രീസസ്. അപ്പം ആക്സിലറേഷൻ സംഭവിക്കുന്ന വെലോസിറ്റിയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ എന്ത് സംഭവിക്കും? വെലോസിറ്റി ഡിക്രീസ് ചെയ്യും. അപ്പോൾ ആക്സിലറേഷൻ സംഭവിക്കുന്നത് വെലോസിറ്റിയുടെ അതേ ഡയറക്ഷനിലാണെങ്കിൽ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യും, ആക്സിലറേഷൻ സംഭവിക്കുന്ന വെലോസിറ്റിയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ വെലോസിറ്റി ഡിക്രീസ് ചെയ്യും. അപ്പോൾ വെലോസിറ്റിയും ആക്സിലറേഷനും ഒരേ ഡയറക്ഷനിലാകണമെന്ന് ഒരിക്കലും നിർബന്ധമില്ല. Can the direction of velocity of a body changes but its acceleration remains constant? Can the direction of velocity of a body changes but its acceleration remains constant? ഇനി വെർട്ടിക്കൽ മോഷൻ്റെ അകത്താണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. പറഞ്ഞിരിക്കുന്നതാണ് ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി ഓഫ് ബോഡി ചേഞ്ചസ് ബട്ട് ഇറ്റ്സ് ആക്സിലറേഷൻ റിമെയിൻസ് കോൺസ്റ്റന്റ്. ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണ്, എന്നാൽ വെലോസിറ്റി ചേഞ്ച് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് ഡ്യൂറിങ് വെർട്ടിക്കൽ മോഷന്റെ സമയത്ത് വെലോസിറ്റി ചേഞ്ചസ് ഡ്യൂറിങ് റൈസ് ആൻഡ് ഫാൾ. മുകളിലേക്ക് വസ്തു മൂവ് ചെയ്യുന്ന സമയത്ത് വെലോസിറ്റി അപ്വേർഡ് ഡയറക്ഷനിലായിരിക്കും, വസ്തു താഴേക്ക് വരുന്ന സമയത്ത് എങ്ങനെയായിരിക്കും? വെലോസിറ്റി ഡൗൺവേർഡ് ഡയറക്ഷനിലായിരിക്കും. പക്ഷേ രണ്ട് കേസിലും ആക്സിലറേഷൻ എങ്ങോട്ടാണ്? വെർട്ടിക്കലി ഡൗൺവേർഡ്സ് ടുവേർഡ്സ് ദ സെന്റർ ഓഫ് ദി എർത്ത്, ബട്ട് ആക്സിലറേഷൻ ഈസ് ഓൾവേസ് ഡൗൺവേർഡ്സ് ആൻഡ് റിമെയിൻസ് കോൺസ്റ്റന്റ്. അപ്പോൾ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി ചേഞ്ച് ചെയ്യും, എന്നാൽ ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആയിരിക്കും. അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് പറഞ്ഞിരിക്കുന്നത് വെർട്ടിക്കൽ മോഷൻ. മുകളിലേക്ക് വസ്തു പോകുന്ന സമയത്ത് വെലോസിറ്റിയുടെ ഡയറക്ഷൻ മുകളിലേക്കാണ്, വസ്തു താഴേക്ക് വരുന്ന സമയത്ത് വെലോസിറ്റിയുടെ ഡയറക്ഷൻ താഴേക്കാണ്. എന്നാൽ രണ്ട് കേസിലും ആക്സിലറേഷൻ എങ്ങോട്ടാണ്? ടുവേർഡ്സ് ദ സെന്റർ ഓഫ് ദി എർത്ത്. Can relative velocity of two bodies be greater than the absolute velocity of either body? രണ്ട് വസ്തുക്കളുടെ റിലേറ്റീവ് വെലോസിറ്റി എപ്പോഴെങ്കിലും ഈ രണ്ട് വസ്തുക്കളുടെയും ഇൻഡിവിജ്വൽ വെലോസിറ്റിയേക്കാൾ കൂടുതലാകുമോ ഇല്ലയോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
when they are moving in opposite direction, relative velocity is greater than the individual velocity of either body. നമ്മൾ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മൾ പറഞ്ഞതാണ്, വസ്തുക്കൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് സഞ്ചരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവയുടെ വെലോസിറ്റികളുടെ സം ആയിരിക്കും എന്ന് പറയുന്നത് റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് വസ്തുക്കളുടെയും ഇൻഡിവിജ്വൽ വെലോസിറ്റിയെക്കാളും കൂടുതലായിട്ട് റിലേറ്റീവ് വെലോസിറ്റി വരാം. ആ വരുന്നതിനൊരു എക്സാമ്പിളാണ് പറയുന്നത് when they are moving in opposite direction. രണ്ട് വസ്തുക്കളും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ റിലേറ്റീവ് വെലോസിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ ദ ഇൻഡിവിജ്വൽ വെലോസിറ്റി ഓഫ് ഐദർ ബോഡി. രണ്ട് വസ്തുക്കളുടെയും ഇൻഡിവിജ്വൽ വെലോസിറ്റിയെക്കാളും കൂടുതലായിട്ട് റിലേറ്റീവ് വെലോസിറ്റി വരാം. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഏകദേശം ക്വസ്റ്റ്യനുകൾ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇതിനു മുമ്പ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ സാധ്യതയുള്ളതുമായ ക്വസ്റ്റ്യനുകളാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഈ ക്വസ്റ്റ്യൻ ആൻസറുകൾ നന്നായിട്ട് പഠിക്കുക, മനസ്സിലാക്കുക, അതിൻ്റെ ഓരോന്നിൻ്റെ എക്സാമ്പിളുകൾ മനസ്സിലാക്കി വെക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.